നമുക്ക് ഫസ്റ്റ് സെഷനിലെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിപ്പോയേക്കണത്. ഇനിയും വീഡിയോസ് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കുറേ കഷ്ടപ്പാടുകളും ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഡിപ്രഷനും തളർത്തലും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് MBBS കിട്ടിയിട്ട് ഇന്നേക്ക് 3 മാസമായി. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. റിവ്യൂ ഓഫ് MBBS ആഫ്റ്റർ 3 months. നവംബർ 26 ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് മന്ത് ഫുള്ള് ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആയിരുന്നു. ഫൗണ്ടേഷൻ ക്ലാസ് മെയിനായിട്ട് ഒരു പെറിഫറൽ ഐഡിയ ആണ് നമുക്ക് തരുന്നത്. അതായത് നമ്മളുടെ MBBS ജേണിയിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് എൻകൗണ്ടർ ചെയ്യുന്നത്, ഒരു ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് അഥവാ റോൾ ഓഫ് ആൻ IMG അതിൻ്റെ സംഭവങ്ങൾ, ബേസിക് ലൈഫ് സപ്പോർട്ട്, CPR, ഫസ്റ്റ് എയ്ഡ്, ഇതൊക്കെയാണ് നമുക്ക് ഫൗണ്ടേഷൻ ക്ലാസ്സിൽ മെയിനായിട്ട് തരുന്നത്. MBBSലെ സബ്ജക്ട്സും അതിൻ്റെ ടൈം ഡ്യൂറേഷനെ പറ്റി ഒന്ന് കുറച്ച് നമുക്ക് പറയാം. ഫസ്റ്റ് ഇയർ വരുന്നത് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ആണ്. അതിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിറ്റി മെഡിസിൻ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് മെയിൻ യൂണിവേഴ്സിറ്റി എക്സാം ഉള്ളത് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി ആണ്. 13 month ഡ്യൂറേഷനാണ് ഫസ്റ്റ് ഇയർ സബ്ജക്ട്സിനുള്ളത്. സെക്കൻഡ് ഇയർ വരുമ്പോൾ ഫാർമക്കോളജി, മൈക്രോബയോളജി, പാത്തോളജി 13 months തന്നെയാണ് ഇതിൻ്റെയും ഡ്യൂറേഷൻ. തേർഡ് ഇയർ ആണ് ഏറ്റവും റിലാക്സ്ഡ് ഇയർ എന്ന് പറയുന്നത്. ഫോറൻസിക് മെഡിസിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ. ഫോർത്ത് ഇയർ വരുമ്പോഴത്തേക്കും സർജറി, ഒബ്സ്ഗൈനി, ഒബ്സ്ട്രക്റ്റിക്സ്, ഗൈനക്കോളജി, ENT, ഒഫ്താൽമോളജി, പിന്നെ മെഡിസിൻ. പിന്നെ ഒരു 12 month ഹൗസ് സർജൻസി കഴിയുമ്പോഴത്തേക്കും നമ്മൾ MBBS. ഇതാണ് MBBSയുടെ സബ്ജക്ട്സും പിന്നെ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ. ഫൗണ്ടേഷൻ കഴിയുമ്പോൾ തന്നെ അക്കാഡമിക്സ് സ്റ്റാർട്ട് ചെയ്ത് സബ്ജക്ട്സ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. അനാട്ടമിയിൽ നമുക്ക് ഗ്രോസ് അനാട്ടമി ഉണ്ട്, ഹിസ്റ്റോളജി, എംബ്രിയോളജി, ഓസ്റ്റിയോളജി, ന്യൂറോ അനാട്ടമി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഗ്രോസ് അനാട്ടമി നമ്മൾ മെയിനായിട്ട് ഡിസെക്ഷൻ ഹോളിൽ ഡിസെക്ഷൻ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സെൽസ് ആണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുക നോർമൽ സെൽസ് ആണ്. ഇനി സെക്കൻഡ് ഇയറിലോട്ടേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ അബ്നോർമാലിറ്റീസ് മൈക്രോബയോളജിയിൽ പഠിക്കും. അപ്പോൾ എംബ്രിയോളജിയാണ് അടുത്തത് വരുന്നത്. എംബ്രിയോളജി മെയിനായിട്ട് എംബ്രിയോ ഡെവലപ്മെൻറ്റ്, സ്പെർമാറ്റോജെനസിസ്, സ്പെർമിയോജെനസിസ്, അങ്ങനെ പോകും. ഓസ്റ്റിയോളജി എല്ലുകളെ പറ്റി നമ്മളെ പഠിപ്പിക്കും. നമ്മളെ ഡിസെക്ഷൻ ഹോളിലും പഠിപ്പിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് വേറെ ഡെമോൺസ്ട്രേഷൻ അതിനുണ്ട്. ന്യൂറോ അനാട്ടമി നമുക്ക് തുടങ്ങിയിട്ടില്ല. ന്യൂറോ അനാട്ടമി ഒഴിച്ച് ബാക്കി എല്ലാവരും ഫസ്റ്റ് 3 മാസത്തിൽ നടന്നു. ഇനി വരുന്നത് ഫിസിയോളജി. ഫിസിയോളജി നമുക്ക് എക്സ്പെരിമെൻ്റലുണ്ട്, തിയററ്റിക്കലുണ്ട്. ഇപ്പം നമുക്ക് ബ്ലഡ് എക്സ്പെരിമെൻറ്റ്സ് ആണ് തുടങ്ങിയേക്കുന്നത്. നമ്മളെ തന്നെ പ്രിക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ബ്ലഡ് എടുക്കുക, WBC ടെസ്റ്റ് ചെയ്യുക, പ്ലേറ്റ്ലെറ്റ് ചെയ്തിട്ടില്ല, WBC, RBC, അങ്ങനെ നമ്മൾ പെരിഫറൽ സ്മിയർ. ആ പെരിഫറൽ സ്മിയർ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അതിൽ നിന്ന് ല്യൂക്കോസൈഡ്സ് ഓരോന്ന്, ന്യൂട്രോഫിൽസ്, ബേസോഫിൽസ്, ലിംഫോസൈഡ്സ്, യൂസിനോഫിൽസ്, അതൊക്കെ നമ്മൾ നേരിട്ട് മൈക്രോസ്കോപ്പിലേക്കൂടെ കാണുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് പെരിഫറൽ സ്മിയർ. ഗൂഗിളിൽ അടിച്ചാൽ മനസ്സിലാവും. തിയററ്റിക്കൽ നമ്മളിപ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, GIT, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം, അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ബയോകെമിസ്ട്രിയിലോട്ടേക്ക് വരുമ്പോൾ മെയിനായിട്ട് എക്സ്പെരിമെൻ്റൽ ബയോകെമിസ്ട്രി, ലാബിൽ വെച്ചിട്ട് യൂറിൻ അനാലിസിസ്. മെയിനായിട്ട് ഇപ്പോൾ യൂറിൻ്റെ ടെസ്റ്റ് ആണ് കൂടുതൽ നടന്നത് ലബോറട്ടറിയിൽ വെച്ചിട്ട്. തിയററ്റിക്കലി നമ്മൾ ഇപ്പോൾ പറയണമെങ്കിൽ ബയോകെമിസ്ട്രിയിൽ ലിപ്പിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, എൻസൈംസ്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് എൻജോയ് ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പോൾ എൻജോയ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രോഗ്രാംസ് വേണം. അതിൽ എടുത്തു പറയാനായിട്ട് നമ്മുടെ വൈറ്റ് കോട്ട് സെറമണി ഏറ്റവും ഹാപ്പി മൊമെൻ്റ് ആയിരുന്നത്. നമ്മൾ വൈറ്റ് കോട്ട് ഇട്ടപ്പോൾ ഒരു ഫീലിംഗ് അത് വേറെ ലെവലാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ കഡാവറിക് ഓത്ത്, അതേ ദിവസം തന്നെ കഡാവറിക് ഓത്ത് പറഞ്ഞ് ആദ്യമായിട്ട് ഒരു ബോഡീനെ തുറന്ന് പഠിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുക, അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഡിസെക്ഷൻ ടേബിളിലെ സമയങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫോർമാലിൻ്റെ മണം ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ, ബോഡി തുറന്ന് പഠിക്കുന്നതിൻ്റെ ഒരു മസിലൊക്കെ തുറന്ന് പഠിക്കുന്നതിൻ്റെ ഒരു സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അപ്പർ ലിംബ് കഴിഞ്ഞ് ഇപ്പം ലോവർ ലിംബ് കഴിഞ്ഞ് അങ്ങനെ ഇപ്പം നമ്മൾ തൊറാക്സ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ വന്നപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ നേരിട്ടത് ഇവിടുത്തെ സീനിയേഴ്സിന് യൂണിവേഴ്സിറ്റി പരീക്ഷയായിരുന്നു. അതുകൊണ്ട് തന്നെ സീനിയേഴ്സിന് കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല പ്രോഗ്രാംസിന്. എന്നാലും കുറച്ചൊക്കെ പ്രോഗ്രാംസ് ഉണ്ടായി. ആദ്യമായിട്ട് നമ്മളിവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറയാനായിട്ട് ഹോസ്പിറ്റൽ ഡേ ആയിരുന്നു. ഹോസ്പിറ്റൽ ഡേ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫും സ്റ്റുഡൻസും കൂടി ഒരുമിച്ച് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. വലിയൊരു പ്രോഗ്രാം തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നത് ക്രിസ്മസ് പ്രോഗ്രാം, ക്രിസ്മസിൻ്റെ ഇവൻറ്റ്സ്, വാലന്റൈൻസ് ഡേ ഇവൻറ്റ്സ്,
പിന്നെ ചെറുതായിട്ട് നമ്മൾ OP ബ്ലോക്കിൽ തന്നെ ഒരു നാഷണൽ ഗേൾ ചൈൽഡ് ഡേ പ്രോഗ്രാം, അതുപോലെ തന്നെ DJ പ്രോഗ്രാംസ് എല്ലാ പ്രോഗ്രാമിനായിട്ട് ഹോസ്പിറ്റൽ ഡേക്കൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് മ്യൂസിക് പ്രോഗ്രാംസ്, DJ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പം ഒരു 3 മാസമായിട്ട് പ്രോഗ്രാംസ് നടന്നേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീനിയേഴ്സിന് പരീക്ഷ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രോഗ്രാംസിലോട്ടേക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത. ഈ ഒരു ട്രാൻസിഷനിൽ നമ്മളെ സ്കൂള് എൻട്രൻസ് MBBS ഈ ഒരു ട്രാൻസിഷനിൽ എനിക്ക് വന്ന എക്സ്പീരിയൻസസ് അതാണ് ഞാൻ ഇനി ഷെയർ ചെയ്യാൻ പോകണം. അതിലാദ്യമായിട്ട് ഫ്രണ്ട്സ്. നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ കയറുന്നതിന് മുമ്പ് നമ്മളെ കോച്ചിങ്ങിലൊക്കെ മെയിനായിട്ട് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിലാണ് എല്ലാവരും അവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡിലാണ് കാണും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാവരും ഒരു നോൺ കോമ്പറ്റീറ്റീവ് മൈൻഡാണ്. എപ്പോഴും നമ്മൾ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. ട്രൈ ടു മേക്ക് ഗുഡ് കണക്ഷൻസ്. നേരത്തെ ഒരു ടീച്ചിങ് മെത്തേഡ് ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് മെത്തേഡും പറയാം. നേരത്തെ എൻട്രൻസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൻ്റെ സമയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ടീച്ചർമാർ ക്വസ്റ്റ്യൻ ഡിക്റ്റേറ്റ് ചെയ്യും, ആൻസർ ഡിക്റ്റേറ്റ് ചെയ്യും, നമ്മൾ എന്നിട്ട് അത് എഴുതും. എന്നിട്ട് അത് ഇത്രയും പേജിൽ എഴുതും, ഇത്ര ഒരു ഡയഗ്രാം ഒക്കെ വരയ്ക്കും. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം സ്കൂളിൽ CBSE അല്ലെങ്കിൽ ബോർഡ് സ്റ്റേറ്റ് ആയാലും ഇതന്നെ നമ്മളെ ഒരു അവസ്ഥ. ഇനി എൻട്രൻസിലോട്ടേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ടീച്ചർമാർ ക്വസ്റ്റ്യൻ ഡിക്റ്റേറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. നമുക്ക് കൂടുതൽ MCQ ടൈപ്പ് ആയതുകൊണ്ട് ടീച്ചർമാർ ഓരോ ടോപ്പിക്സ് എടുക്കും, നമ്മളത് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു നോട്ട് ഉണ്ടാക്കും. എന്നിട്ട് ആ ഒരു സംഭവം ടെക്സ്റ്റ് ബുക്കിൽ A to Z വായിക്കും. A to Z വായിച്ചിട്ട് നമ്മൾ അതിന് മാക്സിമം ക്വസ്റ്റ്യൻസ് MCQ ടൈപ്പിൽ സോൾവ് ചെയ്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ A to Z ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയും ചെയ്യണം എൻട്രൻസിൻ്റെ സമയത്ത്. അതേസമയം സ്കൂളിൻ്റെ ഒരു ടൈമിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് പഠിക്കുകയും ചെയ്യണം. പക്ഷേ കോളേജിൽ അങ്ങനെയല്ല. ഇവിടെ ടീച്ചർമാരല്ല വൃത്തിക്ക് ക്ലാസ് എടുത്തു പോകും. നമ്മൾ ആ ടോപ്പിക്ക് ക്ലാസ്സിൽ മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ സംഭവങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഒരു essay ടൈപ്പ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ പഠിച്ച് അതിനെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അപ്രോച്ചാണ് നടത്തുന്നത്. പക്ഷേ നമുക്കിവിടെ ഒരു മിസ്റ്റേക്ക് പറ്റാമെന്ന് വെച്ചാൽ A to Z വായിക്കാൻ നോക്കിയാൽ നമുക്ക് ഈ സംഭവം തീരില്ല. കാരണം അത്രയും വാസ്റ്റ് സബ്ജക്റ്റാണ് MBBSൽ. അപ്പോൾ നമ്മൾ ഇവിടെ A to Z വായിക്കാനല്ല നോക്കുക, പക്ഷേ നമ്മൾ സെൽഫ് സ്റ്റഡിയിലേക്കൂടെ നമ്മൾ ടീച്ചർമാർ പറയണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ അത് ക്ലാസ്സിൽ നിന്ന് എടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ച് ഒരു essay ടൈപ്പിൽ പഠിക്കലാണ് ഇവിടെ നടക്കുന്ന ടീച്ചിങ് സ്റ്റൈൽ. അടുത്തായിട്ട് പറയാനുള്ളത് അറ്റൻഡൻസ് ആണ്. സ്കൂളിൽ അല്ലെങ്കിൽ കോച്ചിങ്ങിൽ നമ്മളിപ്പോൾ ആബ്സെൻ്റ് ആയ നമ്മുടെ പാരൻസിന് മെസ്സേജ് വരും, കുട്ടി ഇന്ന സ്കൂളിൽ ആബ്സെൻ്റ് ആണ് അല്ലെങ്കിൽ കോച്ചിങ്ങിൽ ആബ്സെൻ്റ് ആണെന്ന് മെസ്സേജ് വരും. ഇപ്പോൾ കോളേജിൽ വന്നപ്പോൾ അങ്ങനെയല്ല. ഇവിടെ ആബ്സെൻ്റ് ആയ വീട്ടിൽ വിളിച്ചു പറയണ, വീട്ടിൽ മെസ്സേജ് അയക്കുന്ന സംഭവങ്ങളൊന്നുമില്ല ഇതുവരെ. ഇനി വരുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് ഇവിടെ കോളേജിൽ ഇതുവരെ ആബ്സെൻ്റ് ആയാൽ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് 80% അറ്റൻഡൻസ് ഇല്ലാണ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് ആൾക്കാർ അറ്റൻഡൻസ് മാക്സിമം കിട്ടാനായിട്ട് ശ്രമിക്കും. ഇനി ഇവിടെ വന്നപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടുന്ന ഒരു ബഹുമാനത്തിൻ്റെ ഒരു ലെവല് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ പാരൻസ് എപ്പോഴും നല്ല പ്രൗഡാണ്. നമ്മുടെ ഈ ഒരു വിജയത്തിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവർ. അതുകൂടാതെ നമ്മുടെ റിലേറ്റീവ്സ് നേരത്തെ തന്നതിനേക്കാളും കൂടുതൽ റെസ്പെക്റ്റ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ പേഷ്യൻസ് തന്നെ നമ്മളൊരു നല്ല റെസ്പെക്റ്റ് തരുന്നുണ്ട്. അവരുടെ മുഖത്ത് കാണുന്ന ഒരു ചിരി അടിപൊളിയാണ്. അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാം. അതുപോലെ നമുക്ക് പല പോസിറ്റീവ് എനർജി ഇത് കാരണം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു 3 മാസത്തിന് വെളിച്ചത്തിൽ ഞാൻ പറയാനും ഓവറോൾ പീപ്പിൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ റെസ്പെക്റ്റോടെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. കമൻറ്റിൽ ഞാൻ മാക്സിമം റീച്ച് ചെയ്യുന്നതായിരിക്കും. ഇനി വ്യത്യസ്തമായിട്ട് വീഡിയോകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. മുഹമ്മദ് ഇസ്മായിൽ സൈനിങ് ഓഫ്. ബൈ. നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പ് കണ്ടൻ്റാണ് ഈ ഒരു ചാനലിൽ വേണ്ടത്? വ്ളോഗ് ടൈപ്പാണോ, അതോ സ്റ്റഡി റിലേറ്റഡ് ആണോ, അതോ നീറ്റ് റിലേറ്റഡ് ആണോ? അങ്ങനത്തെ ഒരു സജഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ്. എല്ലാ ടൈപ്പും ഞാനിപ്പോൾ ഇടുന്നുണ്ട്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ടൈപ്പാണ് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. ബൈ.